അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. പക്ഷേ ഈ കേസ് നമ്മൾ പരിഗണിക്കുമ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ്. കാരണം ആദ്യം ഒരു കൊലപാതകം ആ കുടുംബത്തിലെ അമ്മയെ കൊല്ലുന്നു, പിന്നീട് ആ കുട്ടികളുടെ അച്ഛനെ, കുട്ടികളുടെ മുത്തശ്ശിയെ, അങ്ങനെ 3 കൊലപാതകം നടത്തി ഒരു കൂസലുമില്ലാതെ കോടതിയിൽ തിരിച്ച് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിയെയാണ്, ഒരു കൊലപാതകയെയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിന്റെ മനസാക്ഷി ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സാങ്കേതികമായ കാര്യങ്ങളൊക്കെ നോക്കി കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ കേരളം ആഗ്രഹിച്ച ഒരു ശിക്ഷാവിധി അങ്ങനെ പറയാം. അനുജ, തീർച്ചയായും അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുമ്പോൾ ആ കുറ്റകൃത്യത്തിന്റെ മെറിറ്റും അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിന്റെ ആഴവും പരിശോധിക്കുന്നതോടൊപ്പം ഈ പറയുന്ന ചെന്താമര എന്ന വ്യക്തിയുടെ നാച്ചുറൽ പരിഗണിച്ചാണ് ഇത്തരത്തിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന കേസിലേക്ക് വരുന്നത്. 3 തരം കൊലയാളികളുണ്ട്. ഒന്നൊരു കൊലപാതകം നടത്തി എങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ, അതായത് അവർ ഒരിക്കലും പിടികൊടുക്കാൻ താല്പര്യപ്പെടില്ല, ഒളിച്ചു നടക്കും, പ്രത്യേകിച്ച് തെളിവുകൾ ബാക്കിയാക്കില്ല. 2 സൈക്കോ കില്ലേഴ്സാണ്. അവരൊരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ പോലീസിനെ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും സീരിയസ് ആയി കൊലപാതകം നടത്തുന്ന സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന പോലുള്ള കൊലപാതകങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ കൊലപാതകങ്ങളും പോലീസ് വെല്ലുവിളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഫീല്, ഒരു ഉന്മാദം, അതിന്റെ പുറത്താണ് അവർ കൊലപാതകം നടത്തുന്നത്. 3ാമത്തെ കൊലപാതകി അത് ഈ പറഞ്ഞ ചെന്താമര സ്റ്റൈലിൽ വരുന്ന ആളുകളാണ്. അതായത് മനുഷ്യജീവനുകൾ എടുക്കുന്നു, ആ കൊലപാതകം നടത്തിയത് ഞാനാണെന്ന് തന്നെ അവർ പ്രഖ്യാപിക്കുന്നു, ഞാൻ തന്നെയാണെന്ന് പറയാൻ അവർക്ക് മടിയില്ലാതെയാകുന്നു. അത് മാത്രമല്ല, വേണ്ടി വന്നാൽ ഇനിയും കൊല്ലും, എന്റെ മുമ്പിൽ തടസ്സമായി നിന്നാൽ ആരെയും ഇല്ലാതാക്കും, അത് എവിടെയും പറയാനുള്ള ധൈര്യമുണ്ടെന്ന് കോടതിയിലടക്കം നമ്മൾ ചെന്താമരയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കണം. അതായത് ചെന്താമരയെ പോലെ ഒരു കൊലപാതകി പുറത്തിറങ്ങി നടന്നാൽ അത് ഭീഷണിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏതൊരു കേസിലും കുറച്ചധിക കാലം ജയിലിൽ കിടന്ന് പിന്നീട് കോടതിയുടെ വരാന്തിലെത്തുമ്പോൾ ഒരു കുറ്റവാളിക്ക് ചെറിയ ഭയമെങ്കിലും ഉണ്ടാകണം, ചെറിയ ആശങ്കകളും ഉണ്ടാകണം, തനിക്ക് തൂക്കുകയറിട്ടുമെന്ന് പേടിയെങ്കിലും ഉണ്ടാകണം. അങ്ങനെ കോടതി മുറിക്കകത്ത് കയറിയാൽ ആ ഭയവും ആ ടെൻഷനും എല്ലാം കൂടി നിഴലിച്ചുകൊണ്ടൊരു ഭാവപ്രകടനമായിരിക്കും പ്രതികളിൽ ഉണ്ടാകും. പക്ഷേ ചെന്താമരയുടെ കേസിൽ ആ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കുന്ന തൊട്ട് മുമ്പ് ചെന്താമര കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിക്കുന്ന ആ പ്രസ്താവം വന്ന ദിനത്തിൽ ചെന്താമര കോടതിയോട് പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. അത് ചെന്താമര എന്ന കൊലയാളി അയാൾ എത്രത്തോളം ബ്രൂട്ടാണെന്ന് അടയാളപ്പെടുത്തുന്ന വാക്കുകൾ കൂടിയാണ്. അതായത് വേണ്ടി വന്നാൽ ഇനിയും കൊല്ലും, ഞാൻ ഗാന്ധിയല്ല, അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുവിധ മാറ്റവുമില്ല. തനിക്ക് തടസ്സമെന്ന് തോന്നിയാൽ, തനിക്ക് അയാൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ ആ മനുഷ്യ ജീവനെടുക്കാൻ ഒരു മടിയുമില്ലെന്ന പ്രഖ്യാപനം കൂടിയാണ് ചെന്താമര നടത്തിയത്. അങ്ങനെ ആളുകളെ കൊല്ലാൻ മടിയും പേടിയുമില്ലെന്ന് കോടതിയിലടക്കം പറയുന്ന പ്രതിക്ക് ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ശിക്ഷ കൊടുക്കാനില്ല എന്നതാണ് വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെന്താമര എന്തിന് ആളുകളെ കൊല്ലുന്നു, എന്താണ് ചെന്താമരയുടെ മോട്ടീവ്? ഈ വിഷയത്തിൽ വന്നാൽ തന്നെ ആദ്യം തുടങ്ങുന്ന സജിത കൊലക്കേസിന്റെ ആധാരം എന്ന് പറയുന്നത് തന്റെ ഭാര്യ തന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വീട്ടിൽ നിന്ന് അകന്നു പോയതിനാൽ, ഈ പറയുന്ന ചെന്താമര വിട്ടൊഴിഞ്ഞതിനാൽ അതിന് കാരണക്കാരി അയൽവാസിയ സജിതയാണെന്ന അനുമാനത്തിലേക്ക് അയാൾ സ്വയം എത്തിച്ചേരുകയാണ്. അതിനാധാരമാകുന്ന തെളിവുകൾ അയാൾ എടുത്തില്ല, അതിനാധാരമാകുന്ന സാക്ഷ്യമുകൾ അദ്ദേഹത്തിന് കഴിയില്ല. ആകെ അദ്ദേഹം, ഈ പറയുന്ന ചെന്താമരൻ നരാധമൻ, സ്വയം ഒരു നിർമ്മിതി ഉണ്ടാക്കുകയാണ്. തന്റെ ഭാര്യ വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ കാരണം അത് സജിതയാണ്. തന്റെ അനുമാനത്തിൽ സജിതയെ പ്രതിയാക്കുന്നു. പിന്നീട് അയാളുടെ വൈര്യം മുഴുവൻ സജിതയിലേക്കാണ്. അങ്ങനെ സജിതയെ കൊന്നില്ലാതാക്കുന്നു, ജയിലിൽ പോകുന്നു, ജാമ്യത്തിലിറങ്ങുന്നു. ജയിലിൽ പോയി ജാമ്യത്തിലിറങ്ങിയ ചെന്താമര പിന്നെ രണ്ടാമതുണ്ടാക്കുന്ന നിർമ്മിതി, അനുമാനം എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന സജിതയുടെ ഭർത്താവും സജിത വീട്ടുകാരും തന്നെ കൊന്നേക്കും, തനിക്ക് അവർ ഭീഷണിയാണ്. അങ്ങനെ അവർ ഭീഷണിയാണെന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സജിതയുടെ ഭർത്താവ് ഒരു ഭീഷണി മുഴക്കുകയോ വധഭീഷണി മുഴക്കുകയോ ഒന്നും ചെന്താമരക്കെതിരെ നടത്തിയിട്ടില്ല. ചെന്താമര സ്വയം അനുമാനിക്കുകയാണ് തന്നെ ഇവർ കൊന്നുകളയുന്നത്. അങ്ങനെ ആ അനുമാനം മനസ്സിൽ സൂക്ഷിച്ച് ഈ പറയുന്ന സജിതയുടെ ഭാര്യയും അമ്മയും കൊല്ലുന്നു. ഇതേ കണക്കിൽ അയാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ അയൽവാസികൾ ഓരോരുത്തരും തനിക്ക് എതിരാണ് സ്വയം അനുമാനം ഉണ്ടാക്കും, അവരെ കൊല്ലും. ഈ രീതിയിൽ ചെയിനായ ആളുകളെ കൊന്നൊടുക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് ചെന്താമര. അതുകൊണ്ട് തന്നെ ചെന്താമരയ്ക്ക് വധശിക്ഷയിൽ അപ്പുറം ഒരു ശിക്ഷ നൽകാനില്ല. ഈ ചെന്താമര പിടിയിലായതിനു ശേഷം ചെന്താമര പല തവണ തെളിവെടുപ്പിന് വന്നപ്പോഴൊക്കെ അയൽവാസികൾ ഭയപ്പാടോടുകൂടി നോക്കിയത്. അയാൾക്ക് പിന്നിൽ വലിയ ആളുകളൊന്നുമില്ല, അയാൾ തനിച്ചാണ്, അയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വലിയ ജനവിഭാഗമില്ല, അയാളുടെ കൂടെ നിൽക്കാൻ അധികം ബന്ധുക്കളില്ല. എന്നിട്ട് പോലും അയാളെ ഭയക്കുന്നുണ്ടെങ്കിൽ അയാളുടെ പ്രകൃതമാണ്. അയാൾ ആരെയും കൊല്ലാൻ മടിയില്ലാത്ത, ആരെയും കൊന്നാൽ തന്നെ തെല്ല് കൂസലില്ലാതെ, കുറ്റബോധമില്ലാതെ നടന്നു പോകുന്ന ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, അയാൾക്ക് വാർദ്ധക്യമുണ്ട്, അയാൾക്ക് പ്രായമുണ്ട്, മധ്യവയസ്കരാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് കവച്ചു വെക്കാനുള്ള ആരോഗ്യസ്ഥിതി അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് ഒരു അറ്റംപ്റ്റ് നടത്തി അയാളെ തടയാൻ വലിയ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് അയാൾ എതിരാളികൾക്ക് എന്ന സംശയമില്ല. മൂന്നാമത്, അയാൾക്കൊരു കുറ്റകൃത്യം നടത്തിയാൽ എത്ര ദിവസം വേണമെങ്കിലും ഒളിവിൽ പോകാൻ ഒരു ടാക്ടിക്സ് അയാളുടെ മനസ്സിലുണ്ട്. അയാൾക്ക് അറിയുന്ന ഒരു കാടാണത്. ആ കാട്ടിൽ കയറി കഴിഞ്ഞാൽ അയാളെ പിടിക്കുക എന്നുള്ള അസാധ്യമായ കാര്യമാണ്. നമുക്കറിയുന്ന പോലെ അയാളെ പിടിക്കാൻ കാടടച്ച് പരിശോധന നടത്തിയിട്ടും ഈ 2 കൊലപാതകത്തിന് ശേഷം കിട്ടിയിട്ടില്ല. പിന്നീട് ഏറ്റവും ഒടുക്കം അയാൾക്ക് ആകെയുള്ളൊരു വീക്ക്നെസ് വിശപ്പാണ്. വിശന്ന് കഴിഞ്ഞാൽ ചെന്താമര എല്ലാതാകും. അയാൾക്ക് ഈ ഒളിവുകാലമാണെന്ന് മറന്നുപോകും, താൻ ആരെയും കൊന്നെന്ന കാര്യം മറന്നുപോകും, തിരിച്ച് നാട്ടിലെത്തും. അത് ആലോചിക്കണം. ഒരു 2 ജീവനെടുത്ത പ്രതിയാണ് ഈ വിശപ്പിന്റെ പേരിൽ പോലീസ് കാടടച്ച് പരിശോധന നടത്തുമ്പോൾ വിശപ്പിന്റെ പേരിൽ ഒരിടത്ത് വന്ന് തന്നെ പിടിച്ചു എന്ന മട്ടിൽ ഇരുന്നത്. അതിനുശേഷമാണ് പോലീസ് പ്രതിയെ പിടിച്ചത്. പോലീസ് പ്രതിയെ പിടിച്ചിട്ട് ഈ ചെന്താമര ആദ്യം പറയുന്ന കാര്യം,
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.